Hello guys! എൻ്റെ കസിൻ നിഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തൊരു കുട്ടി സർപ്രൈസും അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കീപ് വാച്ചിങ് ഗൈസ്. അപ്പോൾ എന്ത് പാർട്ടിയായാലും പ്രിപ്പറേഷൻ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മുടെ ഫുഡ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും റസ്മലായി പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ നിഷയ്ക്ക് ഗ്രാജുവേഷൻ ഡേ സർപ്രൈസ് പാർട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ആൾ സിവിൽ എഞ്ചിനീയറിംഗ് നല്ല ടോപ്പ് മാർക്കിൽ പാസ്സായതിൻ്റെ ഒരു കുട്ടി സർപ്രൈസ് പാർട്ടി. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണല്ലോ. അപ്പോൾ കുറച്ച് അധികം ചിക്കൻ തന്നെ ഉണ്ട്. ഇതൊരു 2 കിലോ 1.5 കിലോ 2 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ചിക്കൻ മാരിനേഷനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മാരിനേഷനാണ് കാര്യമായിട്ട് ഹൈദരാബാദി ബിരിയാണിക്കുള്ളത്. പിന്നെ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് യോഗട്ട് അല്ലെങ്കിൽ തൈര്. ഞാനിത് ഒരു 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 6 ടേബിൾ സ്പൂൺ തൈര് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികളിൽ വേണ്ടത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ഇതൊരു 2-3 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടാം കുറക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഗരം മസാലയും ഒരു 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് കൂടാണ്ട് ചെറുതായിട്ടൊരു പുളി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പകുതി ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ്. അപ്പോൾ പുതിനയിലയും ഒരു ഹാൻഡ്ഫുൾ, അതുപോലെ തന്നെ മല്ലിയിലയും വേണം, ഒരു ഹാൻഡ്ഫുൾ മല്ലിയിലയും. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ചിക്കനിൽ മിക്സ് ആക്കി മാരിനേഷന് വെക്കാം. ഇതൊരു 4 മണിക്കൂറോളം ഇങ്ങനെ മാരിനേഷന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ബിരിയാണിക്ക് വേണ്ട ഒരു മേജർ പണിയാണ് ഈ മാരിനേഷൻ. അത് കഴിഞ്ഞു. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. തക്കാളി ഒന്നും ഈ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഉള്ളി നേരിയ സ്ലൈസായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ പണീൻ്റെ ഇടയിൽ തന്നെ നമ്മൾ സർപ്രൈസിന് വേണ്ട ഓരോ കാര്യങ്ങളും വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇത് കേക്ക് കോർണറിൽ നിന്നാണ് കേക്ക് വാങ്ങിച്ചത്. ഗ്രാജുവേഷൻ ഡേ തീം കേക്ക് ഉണ്ട്, കൂടാണ്ട് ജാർ കേക്കും കപ്പ് കേക്ക്സും വാങ്ങിച്ചിന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് സ്പോൺസേർഡ് ആയിട്ടാണ് എല്ലാ പേജിൽ നിന്നും സാധനങ്ങൾ കാണിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒരു മെൻഷൻ കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാം നമ്മളൊരു 2 ദിവസം കൊണ്ട് ചടപടീന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് എല്ലാം തന്നെ. അപ്പോൾ കേക്ക് ഓണറിൻ്റെ ഈ ഗ്രാജുവേഷൻ തീം കേക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി ബോയ് എത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഫോണ്ടൻ്റ് ഒന്ന് ചെറുതായിട്ട് വീണു. പക്ഷേ പ്രശ്നമില്ല, അതെടുത്ത് വെച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ തീം കേക്കായി. ഇനി മെല്ലെ മെല്ലെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് റെഡിയാക്കിയതെന്ന്. ഇനി ബാക്ക് ടു കുക്കിംഗ്. അപ്പോൾ അടുത്തായിട്ട് റസ്മലായി പായസമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ റസ്മലായിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് നേരെ പോയിട്ട് കാണാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. കുറേ പേര് ട്രൈ ചെയ്തിട്ട് അടിപൊളിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം മെത്തേഡിലാണ് റസ്മലായിക്ക് വേണ്ടിയിട്ടുള്ള ഡോ റെഡിയാക്കിയത്. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നല്ല ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാമെന്ന് വേണ്ടത് ഈ പായസത്തിന് വേണ്ടി ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പായസത്തിൽ റസ്മലായി ബോൾസ് ആക്കുന്നതാണ് കുറച്ചൊരു ടൈം എടുക്കുന്ന പണിയുള്ളൂ. ബാക്കി എല്ലാം എളുപ്പമാണ്. അത് മാത്രമല്ല ഭയങ്കര റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ റസ്മലായി ബോൾസ് ആക്കുന്ന ടൈമിൽ തന്നെ ഞാൻ സൈഡിൽ പാൽ തിളപ്പിക്കാൻ വെച്ചു. ഏകദേശം 2 ലിറ്റർ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ റസ്മലായി പായസത്തിന് വേണ്ട റസ്മലായി ബോൾസ്. നല്ല കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ ബോൾസ് ആകുന്നു അത്രയും ടേസ്റ്റി ആയിട്ട് പായസം നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ പാലിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പഞ്ചസാര കൂടാണ്ട് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീൻ കണ്ടൻസ് മിൽക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ പാൽ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ബോൾസ് ആക്കി വെച്ച രസ്മലായി ഡോ നമ്മൾ ഈ പാലിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാമെന്ന് വേണ്ടത്. അപ്പോൾ ഇതിന് മുന്നത്തെ രസ്മലായി റെസിപ്പി ട്രൈ ചെയ്തവർക്ക് മനസ്സിലാവും. അത് നമ്മൾ പാലിലിട്ട് വെന്ത് വരുമ്പോൾ ഈ ബോൾസ് നല്ല സോഫ്റ്റ് ആവും. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ടാവുക, പക്ഷേ വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോൾ എടുത്ത് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് അത് നല്ല സോഫ്റ്റ് ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം രസ്മലായി ബോൾസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സാബൂൺ റൈസ് അല്ലെങ്കിൽ സാഗോ സീഡാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ വേറൊരു പാത്രത്തിൽ വേവിച്ചിട്ടാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാലിൽ തന്നെ തിളപ്പിച്ചെടുത്ത് വേവിക്കാം. എനിക്ക് തോന്നുന്നു വേറെ പാത്രത്തിൽ വേവിക്കുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പം തോന്നും. അങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടി വേഗം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ. അങ്ങനെ രസ്മലായി കുക്കായതിനു ശേഷം ഞാൻ ഈ സാബൂൺ റൈസും കൂടി കുക്ക് ചെയ്ത സാബൂൺ റൈസും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിരം പായസത്തിൻ്റെ പരിപാടി നട്ട്സെല്ലാം ഒന്ന് വറുത്തിട്ട് ഗീയിൽ വറുത്തിട്ട് ആഡ് ചെയ്യുക. ഇങ്ങനെ വറുത്തിട്ട് ആഡ് ചെയ്യുന്ന സ്മെൽ അടിപൊളിയാണ്. ഞാനിവിടെ പിസ്താഷ്യൂ, കാഷ്യൂനട്ട്, ബദാം ഇതെല്ലാം എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട്. പിന്നെ ഈ ഒരു മിക്സ് നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഫ്രൂട്ട്സ് ഞാനിവിടെ അനാർ എടുത്തിട്ടുണ്ട്, ഒരു അനാർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആപ്പിളും ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഫ്രൂട്ട് പായസത്തിൻ്റെയും രസ്മലായിൻ്റെയും ഏകദേശം ഒരു മിക്സാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഫ്രൂട്ട് പായസവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്തവർക്കും മനസ്സിലാവും ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ശരിക്കും അടിപൊളി ടേസ്റ്റ് പായസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഈ സ്വീറ്റ്സ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ പായസം ഇഷ്ടമാവും. അപ്പോൾ പായസം അവരുടെ റെഡിയായി. ഇനി നമ്മൾ ബിരിയാണീൻ്റെ ബാക്കി പണി. പിന്നെ ബിരിയാണിക്ക് മെയിനായിട്ടുള്ള പിന്നെ ഒരു പണിയാണ് ഉള്ളി ഇങ്ങനെ പൊരിച്ചെടുക്കുക, അതായത് ഓയിലിൽ പൊരിച്ചെടുക്കുക. ഇത് വൈകുന്നേരം മുമ്പ് സ്നാക്സ് ആക്കിയിട്ടുണ്ടായ ഓയിൽ തന്നെ ഞാൻ അപ്പം തന്നെ വേഗം ഉള്ളിയും കൂടി പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഗോൾഡൻ കളറാക്കിയിട്ട് ഉള്ളി പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 ബാച്ച് ആക്കിയിട്ടാണ് പൊരിച്ചെടുത്തത്, എല്ലാം കൂടി ഒന്നിച്ചിട്ട് ചെയ്തതല്ല. ഇങ്ങനെ പൊരിച്ചെടുത്ത ഉള്ളി നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ വേവിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പൊരിച്ച ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ പൊരിച്ച ഉള്ളീൻ്റെ മേലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചിക്കന് വേവിച്ചെടുക്കാനാണ് വേണ്ടത്. ഇതാണ് ബിരിയാണി മസാലക്കുള്ള പണി. ഈ ഹൈദരാബാദി ബിരിയാണി മസാലക്കുള്ള പണി ഇത്രേ ഉള്ളൂ. ഈ ചിക്കനൊന്ന് ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് അതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് ബദാമും കൂടെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബാസ്മതി റൈസ്. ഇത് ഏകദേശം ഒരു 1/4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുതിർക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം പിന്നെ വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം നല്ലോണം ബോയിലായി കഴിഞ്ഞാൽ അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കണം. 2 ടൈപ്പ് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകവും ചെറിയ ജീരകവും. രണ്ടും ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സ്പൈസസ് ആണ്, അതായത് പട്ട, കറിയാമ്പൂ, ഏലക്ക ഇതെല്ലാം 1-2 അളവിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു വെള്ളത്തിൽ. അത് കൂടാണ്ട് ഒരു ചെറുനാരങ്ങേൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചോറൊന്നും ഇങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുനാരങ്ങൻ്റെ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ടായിനി, അത് സത്യം പറഞ്ഞാൽ വിട്ടുപോയി. ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല, പക്ഷേ നിങ്ങൾ ഓയിൽ ഓർമ്മിച്ച് ആഡ് ചെയ്യണം. ഭാഗ്യത്തിന് ഓയിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും ചോറൊന്നും ഒട്ടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കനും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും. കാരണം വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേവിക്കുന്നതല്ലേ, അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ വെള്ളം നല്ലോണം തിളച്ച് വന്നപ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വെച്ച അരി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാസ്മതി റൈസ് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയാൽ തന്നെ ഹൈദരാബാദി ബിരിയാണി അടിപൊളിയാവും. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടും 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ടാണ് ഇത് വേവിച്ചിട്ടുണ്ടായത്. ഫസ്റ്റ് 5 മിനിറ്റ് അടച്ചിട്ട് പിന്നെ തുറന്ന് വെച്ചു. അതുപോലെ തന്നെ ഫുൾ വേവാവാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ഏകദേശം ഒരു 80% വേവായപ്പോൾ തന്നെ ഈ ചോറ് അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. കാരണം ബാക്കിയുള്ള വേവ് നമ്മൾ ദം ഇട്ടിട്ടാകുമ്പോൾ ആയിക്കോളും, ഇല്ലെങ്കിൽ മൊത്തത്തിലേ ഒന്ന് റൈസ് ഫുള്ളിങ്ങനെ മാഷി ആയിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 80% വേവ് മതിയാവും.
അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ ചിക്കനും വെന്ത മസാല റെഡിയായി. ആ മസാലേൻ്റെ മേലോട്ടായിട്ട് തന്നെ നമ്മൾ ഈ ഊറ്റി വെച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിലും കുറച്ച് മസാല എടുത്തിട്ട് അതിങ്ങനെ ലെയർ ചെയ്ത് ചെയ്യാം. പക്ഷേ നമ്മൾ വീട്ടിൽ മസാലേൻ്റെ മേലെ ചോറിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിലൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കുറച്ചും കൂടി എളുപ്പം. അതുപോലെ അതിനിടയ്ക്ക് റോസ് വാട്ടർ ഒന്ന് യെല്ലോ കളറിലിട്ട് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഒന്ന് കളറായി കിട്ടും. പിന്നെ നമ്മൾ സ്ഥിരം ബിരിയാണി പരിപാടി പൊരിച്ച് വെച്ച ഉള്ളിയും ബദാമും എല്ലാം അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ദമ്മാവാൻ വേണ്ടി വെക്കാം. പിന്നെ മല്ലിയില ഇട്ടതിന് ശേഷം ഗീയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മെൽറ്റ് ചെയ്ത് ഗീ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റിയും ആവും ദമ്മായി കഴിയുമ്പോൾ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ദമ്മായി കഴിഞ്ഞാൽ അടിപൊളി ഹൈദരാബാദി ബിരിയാണി റെഡി. അപ്പോൾ ഡിന്നർ പാർട്ടി ആയതുകൊണ്ട് ഡിന്നർ അവിടെ റെഡിയായി. ഇനി ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ്, ഇതിൽ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തതും ബാക്കിയുള്ള ഫ്ലവേഴ്സ് സ്വീറ്റ്സ് എല്ലാം നിഷൻ്റെ ഫിയാൻസയുമാണ് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ പേജ് തപ്പി പിടിച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്തത് ഓരോ തന്നെയാണ്. അപ്പോൾ ഇത് നിഷൻ്റെ ഫ്രണ്ട് ചെയ്തതാണ് സൽമ. ഓൾക്ക് ഒരു കെൻസ് ആർട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോഴാണ് ഈ ചോക്ലേറ്റും സ്വീറ്റ്സും സംഭവങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയത്. പിന്നെ ഇത് നിഷക്കുള്ള ഡ്രസ്സാണ്, അത് നമ്മൾ കസിൻസിൻ്റെ വക. ഈ ബൊക്കയും ഫിയാൻസി റെഡിയാക്കിയാണ്. ഇത് സാൻഡ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ. അപ്പോൾ ഇവരെല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു കുട്ടി ഷൗട്ട് ഔട്ട് എൻ്റെ വക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും തന്നെ താങ്ക് യു സോ മച്ച് നിഷനെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മുടെ ഹെൽപ്പ് ചെയ്തതിന്. വിഷം കൊടുക്കണേ, ഒരു മെല്ലെ കൊടുക്കും, മെല്ലെ കൊടുക്കും, മെല്ലെ. ഹാപ്പി ബർത്ത്ഡേ പാടുന്നു, ഹാപ്പി ബർത്ത്ഡേ, കൺഗ്രാറ്റുലേഷൻ. ബാ സേനു, ഇത് നമ്മളെ വക. കൊടുക്കേ, തന്നെ കൊടുക്കേ. സത്യം പറഞ്ഞാൽ എനിക്കൊരു കുഞ്ഞനിയത്തില്ലാത്ത വിഷമം നിശ്ചയം ഉള്ളതുകൊണ്ട് അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഓൾക്ക് വേറെ സിബ്ലിങ്സ് ആരുമില്ല. അതുകൊണ്ട് നമ്മൾ കസിൻസ് തന്നെയാണ് ഓൾക്കെല്ലാം. അതുപോലെ തന്നെ ഓൾ ട്രെയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്കൊന്ന് വരണേന്ന് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉണ്ടായിട്ടുള്ളൂ. സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നത് ഒന്നും നിഷ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി, നമ്മളെല്ലാവർക്കും തന്നെ ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ പാർട്ടീൻ്റെ ഹൈലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ സ്വീറ്റാണ് കേട്ടോ. ഷുഗർ ലീവ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് നിഷൻ്റെ ഫിയാൻസയുടെ ഫാമിലി ചെയ്യുന്ന പേജാണ്. ആ സ്വീറ്റ് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു, നല്ല യമ്മി ചെയ്യുന്നു. അപ്പോൾ കണ്ണൂരുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ആ സ്വീറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ സർപ്രൈസ് പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും.